Good morning. Welcome to Social Science class. Last class we have discussed in this chapter, that's from capitalism to imperialism. Today we are going to discuss the First World War and the reasons for the First World War and the aftermath or impacts of First World War. ഇതൊക്കെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ് we learned about what's capitalism, what's imperialism and എങ്ങനെയാണ് ഇമ്പീരിയലിസം കോളനികളിൽ യൂറോപ്യൻ നാഷൻസ് നടപ്പാക്കിയത്, അതിന് അവസാനം എന്തൊക്കെയാണ് ആ കോളനികളിൽ സംഭവിച്ചത്, അവസാനം എത്തി നിൽക്കുന്നത് എന്താണ്. ഈ യൂറോപ്യൻ നാഷൻസ് ഇമ്പീരിയലിസ്റ്റ് കൺട്രികൾക്കിടയിൽ കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. എന്തിനു വേണ്ടി? കോളനികൾക്ക് വേണ്ടിയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു, അല്ലേ? ദിസ് ലെഡ് ടു ദി വേൾഡ് വാർസ്. This competition, the conflicts among the imperialist powers ultimately led to the entire world into a war. Entire world, അതാണ് വേൾഡ് വാർ എന്ന് പറയുന്നത്, അല്ലേ? Entire world to a war. The competition or the conflicts among the imperialist countries led to the entire world to a war. And we're going to discuss the reasons behind the First World War. The European nations competed with each other in establishing colonies. European nations competed with each other to establish colonies, and this competition led to conflicts among the European countries and caused mutual distrust and enmity among the Europeans or among the European nations or among the imperialist nations. And this further drove the nation to the signing of military alliances. And as a part of this, two alliances were formed. They were triple alliance and triple entente. Triple entente and triple alliance were the two alliances formed before the First World War as a part of the competition among the imperialist powers, and which were the countries included in these two alliances. In the triple alliance, the countries were Germany, Austria-Hungary and Italy. And triple entente, the countries were England, France and Russia. These were the countries included in these two blocks, two alliances, triple alliance and triple entente. അല്ലേ? പല സഖ്യങ്ങൾ രൂപപ്പെടുകയാണ്. ഇത് ഒന്നാം ലോകമഹായുദ്ധത്തിന് മുമ്പായിട്ട് ഈ പറഞ്ഞ ഇമ്പീരിയലിസ്റ്റ് രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം റൈവൽറി ഉണ്ടാകുന്നു, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു, അവർ തമ്മിൽ പരസ്പരം ശത്രുത ഉണ്ടാകുന്നു. അതിന് ശത്രുത ഉണ്ടായപ്പോൾ അവർ തമ്മിൽ പല സഖ്യങ്ങളായിട്ട് ഫോം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഫോം ചെയ്ത പ്രധാനപ്പെട്ട രണ്ട് സഖ്യങ്ങളാണ് ട്രിപ്പിൾ അലയൻസും, അല്ലേ? ത്രികക്ഷി സൗഹാർദ്ദവും ത്രികക്ഷി സഖ്യവും, ട്രിപ്പിൾ എൻറ്റൻറ്റി, അല്ലേ? ട്രിപ്പിൾ അലയൻസിൻ്റെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ജർമ്മനി, ഓസ്ട്രിയ-ഹംഗറി ആൻഡ് ഇറ്റലി. ആൻഡ് വൈൽ ഓൺ ദി അതർ ഹാൻഡ് ട്രിപ്പിൾ എൻറ്റൻറ്റിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഈ പറയുന്ന ഇംഗ്ലണ്ട്, ഫ്രാൻസ് ആൻഡ് റഷ്യ. ഇതാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ. അങ്ങനെ ഇങ്ങനെ അലയൻസുകൾ ഫോം ചെയ്തത് പിന്നെ അവർ പുതിയ സ്ട്രാറ്റജികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ശക്തി വർദ്ധിപ്പിക്കാൻ തുടങ്ങി. അവർ ഓരോ അലയൻസും അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടു. The formation of such alliances created a war atmosphere in Europe. The formation of these alliances like triple alliance and triple entente created a war atmosphere in Europe. They started manufacturing and buying the weapons, അല്ലേ? ഈ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനും അതുണ്ടാക്കാനുമൊക്കെ അവരാരംഭിച്ചു. ഇങ്ങനെ ഒരു അലയൻസുകൾ ഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ യൂറോപ്പിൽ ഒരു യുദ്ധപ്രതീതി അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ആൻഡ് യൂറോപ്യൻ നാഷൻസ് റിസോർട്ടഡ് ടു വേരിയസ് സ്ട്രാറ്റജീസ് ടു സക്സീഡ് ഇൻ ദെയർ ഇമ്പീരിയലിസ്റ്റിക് കോമ്പറ്റീഷൻസ്.
to succeed in their imperialist competitions, European nations resorted to various strategies. പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ അവർ കൊണ്ടുവരാൻ തുടങ്ങി. അവരുടെ ഇതിൽ ഈ സഖ്യങ്ങൾ രൂപീകരണത്തിൽ മേധാവിത്വം നേടാൻ വേണ്ടി പുതിയ പുതിയ സ്ട്രാറ്റജികൾ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അതിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി വാസ് അഗ്രസീവ് നാഷണലിസം. അഗ്രസീവ് നാഷണലിസം വാസ് വൺ ഓഫ് ദി important strategy. Aggressive nationalism. The aggressive nationalism എന്ന് പറഞ്ഞാൽ തീവ്രമായിട്ടുള്ള ദേശീയത. തീവ്രമായിട്ടുള്ള ദേശീയത പറഞ്ഞുകൊണ്ട് ചില പ്രദേശങ്ങളൊക്കെ തങ്ങളെ ഒപ്പം നിർത്താനുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി, ഒരു പോളിസി, as was aggressive nationalism. And aggressive nationalists considered their own. The European nations used aggressive nationalism to invade other countries, ആക്രമിച്ച് കീഴടക്കാനുള്ള, മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കാനുള്ള ഒരു തന്ത്രമായിട്ട് ഈ അഗ്രസീവ് നാഷണലിസത്തെ ആരുപയോഗപ്പെടുത്തി? യൂറോപ്യൻ നാഷൻസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഇമ്പീരിയൽസ്, അല്ലെങ്കിൽ ഈ പറയുന്ന സഖ്യങ്ങളിലെ സഖ്യങ്ങൾ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ കണക്കാക്കി. And aggressive nations considered their own nations as the supreme and justified whatever be the actions of their nations. Aggressive nationalists considered their own nations as the supreme. അതാണ് they considered their own nations as supreme and justified whatever be the actions of their nations. അവർ ഓരോ രാജ്യം അല്ലെങ്കിൽ ഈ അഗ്രസീവ് നാഷണലിസ്റ്റുകൾ പറഞ്ഞത് ഞങ്ങളുടെ രാജ്യം മാത്രമാണ് സുപ്രീം, അതാണ് ഇപ്പോൾ ഏറ്റവും ശക്തിയുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതിയിലുള്ള രാജ്യം ഞങ്ങളുടെ രാജ്യം മാത്രം. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ എന്ത് പ്രവർത്തനം നടത്തിയാലും അതിനെ അവർ ജസ്റ്റിഫൈ ചെയ്യും, അല്ലേ? എന്ത് ചെയ്താലും അവരെ ജസ്റ്റിഫൈ ചെയ്യും. അങ്ങനെയുള്ള ഒരു പോളിസിയാണ് അഗ്രസീവ് നാഷണലിസ്റ്റുകൾ മുന്നോട്ട് വെച്ചത്. വേരിയസ് മൂവ്മെന്റ്സ് ഇൻ യൂറോപ്പ് ഫോംഡ് ആസ് എ പാർട്ട് ഓഫ് ദിസ് അഗ്രസീവ് നാഷണലിസം. ദേ വർ ദി പാൻസ്ലാവ് മൂവ്മെന്റ്, പാൻ ജർമ്മൻ മൂവ്മെന്റ് ആൻഡ് റിവെഞ്ച് മൂവ്മെന്റ്. ആസ് എ പാർട്ട് ഓഫ് ദി അഗ്രസീവ് നാഷണലിസം, number of movements were formed under the leadership of different countries. They were Pan-Slav movement, Pan-German movement and revenge movement. And what was Pan-Slav movement? And Pan-Slav movement was under the leadership of Russia. We know that Russia was one of the country from എവിടെ നിന്നുള്ള കൺട്രി ആയിരുന്നു? ഫ്രം ട്രിപ്പിൾ എൻറ്റൻറ്റി, അല്ലേ? ട്രിപ്പിൾ എൻറ്റൻറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു റഷ്യ. Pan-Slav movement. Russia wanted to unite these Slavic people from Serbia, Bulgaria, Greece, etc. And Eastern Europe under her leadership. For this, the Pan-Slav movement was formed with the help of Russia. Russia wanted to unite the Slavic people of Serbia, Bulgaria, Greece, etc. in Eastern Europe under her leadership. For this, the Pan-Slav movement was formed with the help of Russia. അല്ലേ? ഇത് റഷ്യയുടെ ഒരു ഉൽപ്പന്നമാണ്, അല്ലെങ്കിൽ റഷ്യയാണ് ഈ പാൻസ്ലാവ് മൂവ്മെൻറ്റിൻ്റെ പിന്നിലുള്ളത് രാജ്യം. എന്താണ് അവർ ഈ റഷ്യ ആഗ്രഹിച്ചത്? യുണൈറ്റ് ദി സ്ലേവിക് പീപ്പിൾ. ഈ ഈസ്റ്റേൺ യൂറോപ്പിലെ രാജ്യങ്ങളായ ഈസ്റ്റേൺ യോർപ്പിലെ സൈബീരിയയിൽ നിന്ന്, സെർബിയയിൽ നിന്നും ബൾഗേറിയയിൽ നിന്നും ഗ്രീസിൽ നിന്നുമൊക്കെയുള്ള സ്ലേവിക് പീപ്പിൾസിനെ യുണൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരെ യോജിപ്പിച്ച് അവരെ കൂടെ നിർത്താനുള്ള ഒരു തന്ത്രമായിരുന്നു റഷ്യയുടെ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. ഏത് മൂവ്മെൻറ്റ്? പാൻസ്ലാവ് മൂവ്മെൻറ്റ്, സ്ലാവ് മൂവ്മെൻറ്റ്, സ്ലേവിക് പീപ്പിൾ, അല്ലേ? സ്ലേവിക് പീപ്പിൾസിനെയാണ് അവിടെ യുണൈറ്റ് ചെയ്യാൻ റഷ്യ ശ്രമിച്ചത്. Pan-German movement. From the name we know that Pan-German movement. സ്വാഭാവികമായിട്ടും ആരായിരിക്കും? ആരുടെ ലീഡർഷിപ്പിലായിരിക്കും? under the leadership of Germany, to establish its dominance in Central Europe and Balkan provinces. Germany planned to unite the Teutonic people, and this Pan-German movement came into being under the leadership of Germany. So when Germany on Pan-German movement, എന്താണ് അവർ ഉദ്ദേശിച്ചത്? To establish its dominance in Central Europe and Balkan provinces.
സെൻട്രൽ യൂറോപ്പിലും ബാൾക്കൻ പ്രോവിൻസിലും ഈ ജർമ്മനിക്ക് അവരുടെ ഡോമിനൻസ്, അവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെന്താക്കി, അവിടെയുള്ള ട്യൂട്ടോണിക് പീപ്പിൾസിനെ യുണൈറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി. അതാണ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. ദെൻ another movement was revenge movement. All these movements as a part of aggressive nationalism. Aggressive nationalism was one of the strategy implemented by the this imperialist nations. So last one is revenge movement. In the year 1871, Germany occupied Alsace-Lorraine. Alsace-Lorraine was the territory that were under the control of France. And to regain these territories, revenge movement was formed under the leadership of France. അപ്പോൾ റിവെഞ്ച് മൂവ്മെൻറ്റിൻ്റെ ലീഡർഷിപ്പ് ആർക്കായിരുന്നു? ഫ്രാൻസിനായിരുന്നു ലീഡർഷിപ്പ്. എന്താ ഫ്രാൻസ് അങ്ങനെ ഒരു റിവെഞ്ച് എന്താ? പ്രതികാരം അല്ലേ? റിവെഞ്ച് മൂവ്മെൻറ്റ് തുടങ്ങാനുള്ള അല്ലെങ്കിൽ ആരംഭിക്കാനുള്ള കാരണം എന്താ? അല്ലെങ്കിൽ ഒരു റിവെഞ്ച് മൂവ്മെൻറ്റുമായി മുന്നോട്ട് പോകാനുള്ള കാരണം അതൊരു റിവെഞ്ച് തന്നെയാണ്. എന്താ റിവെഞ്ച്? ഇൻ ദി ഇയർ 1871 ജർമ്മനി ഒക്യുപ്പൈഡ് അൽസേസ്-ലൊറൈൻ എന്ന് പറയുന്ന പ്രദേശം ഫ്രാൻസിൽ നിന്ന് ജർമ്മനി ഒക്യുപ്പൈ ചെയ്തു, ജർമ്മനി പിടിച്ചെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രാൻസിന് ജർമ്മനിയോട് എതിർപ്പുണ്ടാവും അല്ലേ? അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, ഈ പ്രദേശം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് റിവെഞ്ച് മൂവ്മെൻറ്റ് ഫ്രാൻസ് എന്ത് ചെയ്യുന്നത്, കൊണ്ടുവരുന്നത്. ആൻഡ് ഓൾ ദീസ് ആർ ദി മൂവ്മെൻറ്റ്സ് ആസ് എ പാർട്ട് ഓഫ് അഗ്രസീവ് നാഷണലിസം. ഇതിലൊക്കെ നാഷണലിസമാണ് പറയുന്നത് അല്ലേ? ചില പ്രദേശങ്ങൾ കൂടെ നിർത്താൻ വേണ്ടി വളരെ തീവ്രമായിട്ടുള്ള ദേശീയത പറഞ്ഞുകൊണ്ട് ചില രാജ്യങ്ങൾ മുന്നോട്ട് വന്നു. അങ്ങനെ അവർ ഫോം ചെയ്ത ചില രാജ്യങ്ങൾ. ഇനി ബിസൈഡ്സ് ദിസ് അഗ്രസീവ് നാഷണലിസം, വൺ ഓഫ് ദി അനദർ സ്ട്രാറ്റജി വാസ് ദി another thing was the crisis among the European countries. Imperialist rivalry drove the European countries into several crises. യൂറോപ്യൻ രാജ്യത്ത് പല ക്രൈസിസുകൾ, ചില എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. ആ ബുദ്ധിമുട്ടുകൾ പ്രധാനമായിട്ടും ഉണ്ടായ അതായത് ഈ വേൾഡ് വാർസിൽ ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴി തെളിയിച്ച സംഭവങ്ങളാണ്. അതിലേക്ക് ഉണ്ടായ പ്രധാനപ്പെട്ട ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ക്രൈസിസുകൾ ഈ പറയുന്ന ഒന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചു, അല്ലെങ്കിൽ ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് നയിച്ചു. ആൻഡ് അതിലുണ്ടായ പ്രധാനപ്പെട്ട ക്രൈസിസുകളാണ് മൊറോക്കൻ ക്രൈസിസ് ആൻഡ് ബാൾക്കൻ ക്രൈസിസ്. ദീസ് were the two crises. Like when we are discussing about aggressive nationalism movements, movements like Pan-Slav movement, Pan-German movement, revenge movement, and the important crisis in the European countries were the Moroccan crisis and Balkan. And what was Moroccan crisis? Moroccan crisis, as a secret treaty was signed between Britain and France in the year 1904. According to this treaty, Britain recognized the claim of France over Morocco. The French claim over Morocco was opposed by Germany, and Germany sent a battleship to Moroccan port Agadir. France agreed to transfer a part of French Congo to Germany, and Germany agreed to concede Morocco to France in return. Thus, the problem was solved temporarily. However, the rivalry between these countries continued. That was the Moroccan crisis. A secret treaty was signed between Britain and France in the year 1904. 1904 ബ്രിട്ടനും അതുപോലെ ഫ്രാൻസും തമ്മിലൊരു രഹസ്യ കരാർ ഉണ്ടാക്കണം. എ സീക്രട്ട് ട്രീറ്റി ഉണ്ടാക്കണം. According to this, Britain recognized the claim of France over Morocco. ഇത് പ്രകാരം ഫ്രാൻസിൻ്റെ ആധിപത്യം ഇതിൻ്റെ മുകളിൽ, മൊറോക്കോവിൻ്റെ മുകളിൽ ഫ്രാൻസിനുള്ള ആധിപത്യം ആരംഗീകരിച്ചു? ബ്രിട്ടൻ അംഗീകരിച്ചു. അവർ തമ്മിലുണ്ടാക്കിയ ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ ഈ ഫ്രാൻസിൻ്റെ ഈ ആധിപത്യം അംഗീകരിച്ചു. അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ദ ഫ്രഞ്ച് ക്ലെയിം ഓവർ മൊറോക്കോ വാസ് ഒപ്പോസ്ഡ് ബൈ ജർമ്മനി എന്താക്കി? ഈ മൊറോക്കോൻ്റെ മുകളിൽ ഫ്രാൻസിനുണ്ടാക്കിയ ആധിപത്യത്തെ ഓപ്പോസിഡ് ബൈ ജർമ്മനി. സ്വാഭാവികമായിട്ടും ദേ സെൻഡ് എ ബാറ്റിൽഷിപ്പ് ടു മൊറോക്കൻ പോർട്ട് അഗാഡിർ എന്ന് പറയുന്ന മൊറോക്കൻ പോർട്ടിലേക്ക് ജർമ്മനി എന്ത് ചെയ്തു? ജർമ്മനി ഒരു ബാറ്റിൽഷിപ്പിനെ, യുദ്ധക്കപ്പലിനെ അയക്കുകയാണ്. എന്തിന്? അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മൊറോക്കോയെ ഉള്ള ആധിപത്യം ജർമ്മനിക്ക് സ്ഥാപിക്കാൻ വേണ്ടി. എന്നാൽ ഫ്രഞ്ച് എഗ്രീഡ് ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഫ്രഞ്ച് കോങ്കോ ടു ജർമ്മനി, and Germany agreed to concede Morocco to France in return.
അല്ലേ? ഫ്രഞ്ചിന് ജർമ്മനിക്ക് എന്ത് ചെയ്തു? ഫ്രഞ്ച് കോങ്കോൻ്റെ ചില ഭാഗങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ പ്രശ്നത്തിൽ ഒരു താൽക്കാലിക പരിഹാരം ഉണ്ടായെങ്കിൽ പോലും ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത, റൈവൽറി കണ്ടിന്യൂ ചെയ്തു. ദാറ്റ് വാസ് മൊറോക്കൻ ക്രൈസിസ്. ആൻഡ് അനദർ ക്രൈസിസ് വാസ് ബാൾക്കൻ ക്രൈസിസ്. And what was Balkan crisis? The Balkan region is situated in Europe, close to the Aegean Sea and Black Sea. അല്ലേ? ഈ ഈജിയൻ സീക്കും അതുപോലെ ബ്ലാക്ക് സീക്കും അടുത്തായിട്ടുള്ള യൂറോപ്പിലാണ് ബാൾക്കൻ റീജിയൻ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ദി ഒട്ടോമൻ എംപയർ. ദിസ് ബാൾക്കൻ റീജിയൻ വാസ് പാർട്ട് ഓഫ് ഒട്ടോമൻ എംപയർ. ഒട്ടോമൻ എംപയർ ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ 8th 7th 9th പഠിച്ചാണ്, അല്ലേ? 9th പഠിച്ചു ഒട്ടോമൻ എംപയർ. ആ ഒട്ടോമൻ എംപയറിന്റെ ഭാഗമായിരുന്നു ഈ ബാൾക്കൻ റീജിയൻ. ഇൻ ദി ഇയർ 1912 ബാൾക്കൻ ലീഗ്. ആരൊക്കെയാണ് ബാൾക്കൻ ലീഗിൽ ഉണ്ടായിരുന്നത്? ഗ്രീസ്, ബൾഗേറിയ, സെർബിയ ആൻഡ് മോണ്ടിനെഗ്രോ. ബൾഗേറിയ, സെർബിയ ആൻഡ് മോണ്ടിനെഗ്രോ. ആ ബാൾക്കൻ ലീഗ് എന്ത് ചെയ്തു? ഡിഫീറ്റഡ് ടർക്കി, അല്ലേ? തുർക്കി തന്നെയാണ് ഒട്ടോമൻ എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒട്ടോമൻ എംപയറിനെ പരാജയപ്പെടുത്തും, അല്ലെങ്കിൽ ഈ തുർക്കിയെ പരാജയപ്പെടുത്തിയിട്ട് ഈ എന്തായി ബാൾക്കൻ ലീഗ് ഈ പ്രദേശം പിടിച്ചെടുത്തു. അങ്ങനെ വന്നപ്പോൾ ഈ ബാൾക്കൻ ലീഗിൽ ആരൊക്കെയാണ്? ബൾഗേറിയ, സെർബിയ, മോണ്ടിനെഗ്രോ. ഗ്രീസ്, ബൾഗേറിയ, പറയുന്ന സെർബിയ ആൻഡ് മോണ്ടിനെഗ്രോ. അങ്ങനെ അവർ പിടിച്ചെടുത്തതിന് ശേഷം പിന്നെ അവർ തമ്മിൽ എന്തായി? ഇത് പങ്കിട്ടെടുക്കുന്നതിൽ അവർ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. അങ്ങനെ അവർ ടർക്കിയെ ഡിഫീറ്റ് ചെയ്തെങ്കിലും ദി കോൺഫ്ലിക്റ്റ് among the allied nations in sharing the benefits of war led to the break of the league and resulted in wars among them. അവരുടെ ആ ലീഗ് തകർന്ന് അവർ തമ്മിൽ പരസ്പരം യുദ്ധങ്ങളും അവർ തമ്മിലുള്ള സംഘർഷത്തിന് കാരണമായി. ഇതിന് ശേഷം ഈ ടർക്കിയെ പിടിച്ചെടുക്കുന്നതിന് ശേഷം ആ യുദ്ധത്തിൻ്റെ ബെനിഫിറ്റ് ഷെയർ ചെയ്യുന്നതിൽ അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുകയും അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകുകയും അവരുടെ ആ ലീഗ് തന്നെ പൊളിഞ്ഞു പോവുകയും ചെയ്തു. ദിസ് വാസ് ദി ക്രൈസിസ് വിച്ച് ടേക്കൺ പ്ലേസ് among the European nations as a part of before the First World War. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ്, ചുരുക്കി പറഞ്ഞാൽ ഈ യൂറോപ്പിലാകമാനം ഇങ്ങനെ അലയൻസുകൾ ഉണ്ടാകുന്നു. ട്രിപ്പിൾ അലയൻസിനെയും എൻഡൻഡിയെ പോലെ അലയൻസുകൾ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ട്രാറ്റജികളും ക്രൈസിസുകളും ഉണ്ടാകും. സ്ട്രാറ്റജികൾ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അഗ്രസീവ് നാഷണലിസം സ്ട്രാറ്റജി ആയിട്ട് മാറുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പാൻസ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവെഞ്ച് മൂവ്മെൻറ്റുകളൊക്കെ ഉണ്ടാകുന്നു. അണ്ടർ ലീഡർഷിപ്പ് പാൻസ്ലാവ് മൂവ്മെൻറ്റ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് റഷ്യ, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് ജർമ്മനി അണ്ടർ ദി ലീഡർഷിപ്പ് ആൻഡ് റിവെഞ്ച് മൂവ്മെൻറ്റ് ഫ്രാൻസ്. ആൻഡ് അതിനെ തുടർന്ന് ക്രൈസിസുകൾ ഉണ്ടാകുന്നു. ഇമ്പോർട്ടൻറ്റ് ക്രൈസിസ് വേർ ദിസ് ബാൾക്കൻ ക്രൈസിസ് ആൻഡ് മൊറോക്കൻ ക്രൈസിസ്. അങ്ങനെയുള്ള ഈ കലുഷിതമായ അന്തരീക്ഷത്തിലാണ് വെൻ ഓസ്ട്രിയ ലേഡ് ഇറ്റ്സ് ക്ലെയിം ഓവർ ബാൾക്കൻ റീജിയൻ വിത്ത് ദി സപ്പോർട്ട് ഓഫ് ജർമ്മനിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഓസ്ട്രിയ എന്തിനു വാദിച്ചു, അല്ലെങ്കിൽ എന്തിനു ശ്രമിച്ചു? ബാൾക്കൻ റീജിയൻ്റെ മുകളിൽ ആ ഡോമിനൻസ് ഉണ്ടാക്കി. ആൻഡ് അതേ സമയത്ത് തന്നെ സെർബിയ ക്ലെയിംഡ് ദിസ് റീജിയൻ വിത്ത് ദി സപ്പോർട്ട് ഓഫ് റഷ്യ. അതിൻ്റെ അർത്ഥം എന്താ? ഈ ഓരോ പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് വ്യത്യസ്ത സെർബിയയും ഈ പറഞ്ഞ ബാൾക്കൻ റീജിയന് വേണ്ടി വാദിച്ചു. അതുപോലെ ഈ പറയുന്ന ഓസ്ട്രിയയും ബാൾക്കൻ പ്രദേശത്തിന് വാദിച്ചു. അവരൊക്കെ വിത്ത് ദി സപ്പോർട്ട് ഓഫ് ഈ മെയിൻ യൂറോപ്യൻ ഇമ്പീരിയലിസ്റ്റ് കൺട്രികളുടെ സഹായത്തോട് കൂടിയിട്ട് ആണ് വാദിച്ചത്. ഡ്യൂറിങ് ദിസ് ടൈം ഇങ്ങനെ തർക്കം നിൽക്കുന്ന സമയത്താണ് അവിടെ പ്രധാനപ്പെട്ട ഒരു സഡൻ കോസ് എന്ന് പറയാവുന്ന ഒരു പെട്ടെന്നുണ്ടായ ഒരു കാരണം, അല്ലെങ്കിൽ ഈ യുദ്ധത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട കാരണം ഉണ്ടാകുന്നത്. വാട്ട് വാസ് ദി സഡൻ കോസ് ഓഫ് ദിസ് ഫസ്റ്റ് വേൾഡ് വാർ? എ സെർബിയൻ യൂത്ത് നെയ്മഡ് ഗൗരിയോ പ്രിൻസെപ്പ് അസാസിനേറ്റഡ് ഫ്രാൻസിസ് ഫെർഡിനൻഡ്. എന്ത് ചെയ്തു? ഒരു സെർബിയൻ ചെറുപ്പക്കാരനായിട്ടുള്ള ഗൗരിയോ പ്രിൻസെപ്പ് എന്ത് ചെയ്തു? അസാസിനേറ്റ് ചെയ്തു, കൊന്നു. ആരെ? ഫ്രാൻസിസ് ഫെർഡിനൻഡ്. ഈ ഫ്രാൻസിസ് ഫെർഡിനൻഡ് ആരായിരുന്നു? ദി ഹെയർ ടു ദി ത്രോൺ ഓഫ് ഓസ്ട്രിയ അറ്റ് ദി ബോസ്നിയൻ ക്യാപിറ്റൽ സറജാവോ ഇൻ ദി ഇയർ 1914 ജൂലൈ 1914 ഈ സെർബിയൻ യൂത്ത് എന്ത് ചെയ്യുന്നു?
ഓസ്ട്രിയൻ കിരീടാവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനൻഡിനെ അസാസിനേറ്റ് ചെയ്തു. അതൊരു പ്രധാനപ്പെട്ട സംഭവം. ഓസ്ട്രിയ എന്ത് പറഞ്ഞു? ഹെൽഡ് സെർബിയ റെസ്പോൺസിബിൾ ഓസ്ട്രിയ ഹെൽഡ് സെർബിയ റെസ്പോൺസിബിൾ ഫോർ ദിസ് അസാസിനേഷൻ ആൻഡ് ഡിക്ലെയർഡ് വാർ ഓൺ സെർബിയ ഓൺ 28 ജൂലൈ 1914. ഓസ്ട്രിയ എന്താരോപിച്ചു? സെർബിയയാണ് ഈ അസാസിനേഷന് റെസ്പോൺസിബിൾ, അല്ലെങ്കിൽ അതിന് ഉത്തരവാദി സെർബിയയാണെന്ന് പറഞ്ഞ് സെർബിയയോട് യുദ്ധം പ്രഖ്യാപിച്ചു 28 ജൂലൈ 1914. The allied nations rushed to help their alliances. Almost all the nations of the world directly or indirectly involved in this war, and therefore this war is known as First World War. ഇങ്ങനെ ഓസ്ട്രിയയും അതുപോലെ സെർബിയയും തുടങ്ങി വെച്ച ഈ വാറിലെ ഈ രണ്ട് അലയൻസിലുംപ്പെട്ട രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും അങ്ങനെ സഹായിച്ച് യൂറോപ്പിലെ ഏകദേശം ഒട്ടുമിക്ക രാജ്യങ്ങളും അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഒന്നുകിൽ ഡയറക്റ്റായി അല്ലെങ്കിൽ ഇൻഡയറക്റ്റായി ഈ യുദ്ധത്തിന് സപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെ ലോകത്ത് വളരെ വലിയ ഒരു യുദ്ധം നടക്കുകയും ദിസ് വാർ വാസ് നോൺ ആസ് ഫസ്റ്റ് വേൾഡ് വാർ. ആൻഡ് ദിസ് വാസ് ഇൻ ദി ഇയർ 1914. 1914 ആരംഭിക്കുന്നത്. ഈ റീസൺസിനെയൊക്കെ കൊണ്ട് ആണ് ഈ ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങുന്നത്. ആൻഡ് സം ഓഫ് ദി റിസൾട്ട്സ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ വേർ 10 million people lost their lives or were injured in the war. അല്ലേ, സ്വാഭാവികമായിട്ടും വലിയൊരു യുദ്ധം നടക്കുമ്പോൾ ധാരാളം ആളുകൾക്ക് ജീവഹാനി ഉണ്ടാകും അല്ലേ. ഏകദേശം 10 മില്യൺ ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അത്രയും പേർക്ക് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് യുദ്ധത്തിൽ പരിക്ക് പറ്റി. ആൻഡ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർ ഡിസ്ട്രോയിഡ്. ഇതൊക്കെ അപ്പാടെ നശിപ്പിക്കപ്പെട്ടു. അഗ്രികൾച്ചർ, അതുപോലെ ഇൻഡസ്ട്രിയും അതുപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒക്കെ നശിപ്പിക്കപ്പെട്ടു. പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻക്രീസ്ഡ്. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും അതുപോലെ വിലക്കയറ്റം അല്ലെങ്കിൽ നാണ്യപ്പെരുപ്പും ഒക്കെ ഇൻക്രീസ് ചെയ്തു. എക്കണോമിക് ഡോമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്ഡ്. സ്വഭാവമായിട്ടൊരു ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? ധാരാളം പണം നഷ്ടപ്പെടും അല്ലേ. അങ്ങനെ വന്നപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ യുദ്ധത്തിൽ ഡയറക്റ്റ് ഇൻവോൾവ് ആയത്. അപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലെ സാമ്പത്തിക സ്ഥിതിയൊക്കെ എന്തായി? നഷ്ടപ്പെട്ടു, ഡിമിനിഷ്ഡായി. എക്കണോമിക് ഡോമിനൻസ് ഓഫ് യൂറോപ്പ് ഡിമിനിഷ്ഡ് ആൻഡ് ലിബറേഷൻ മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആഫ്രിക്കൻ സ്ട്രെങ്തൻഡ്. ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ഈ സമയത്ത് ശക്തിപ്പെട്ടു. ആൻഡ് ഇൻ എ ബിഡ് ടു ബ്രിങ് അബൌട്ട് പീസ് ഇൻ ദി വേൾഡ് ദി ലീഗ് ഓഫ് നേഷൻസ് വാസ് ഫോംഡ് അല്ലേ. to implement or to to maintain peace in the world after First World War. An organization was formed worldwidely that was known as ലീഗ് ഓഫ് നാഷൻസ് എന്ന പേരിൽ എന്ത് ചെയ്തു? ലോകത്ത് ഒരു സംഘടന എന്തിനു വേണ്ടി? ടു മെയിൻറ്റെയിൻ പീസ് ഇൻ ദി വേൾഡ്. ലോകത്ത് സമാധാനം സൃഷ്ടിക്കാൻ വേണ്ടി ഒരു സംഘടന, ലോകവ്യാപകമായിട്ടുള്ള ഒരു സംഘടന ഫോം ചെയ്തു. ദാറ്റ് ഓർഗനൈസേഷൻ വാസ് കോൾഡ് ലീഗ് ഓഫ് നാഷൻസ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, ലെറ്റ്സ് കൺക്ലൂഡ് ടുഡേയ്സ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.